ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ് അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി സ്പെക്ട്രം ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഫോറിയർ ട്രാൻസ്ഫോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ഈസ് കോൾഡ് സ്പെക്ട്രം ഓഫ് എക്സ് ഓഫ് ടി. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ തന്നിട്ട് അതിൻ്റെ സ്പെക്ട്രം ഡിറ്റർമിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്യുക. സോ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ഈസ് കോൾഡ് സ്പെക്ട്രം ഓഫ് എക്സ് ഓഫ് ടി. സോ എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് ഒമേഗ. സോ എക്സ് ഓഫ് ഒമേഗയെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എക്സ് ആർ ഓഫ് ഒമേഗ പ്ലസ് ജെ ഇൻറ്റു എക്സ് ഐ ഓഫ് ഒമേഗ. സോ ഇത് എക്സ് ആർ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ എൻ്റെ റിയൽ പാർട്ടും ഇത് ഇമാജിനറി പാർട്ടുമാണ്. സോ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്. സോ ഈ എക്സ് ഓഫ് ഒമേഗയുടെ അതായത് നമ്മൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം വാല്യൂ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിറ്റർമിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം നമുക്ക് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രം നമുക്ക് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രം എന്നും പറയും. സോ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മോഡുലസ് ഓഫ് എക്സ് ഓഫ് ഒമേഗ, ആ എക്സ് ഓഫ് ഒമേഗയുടെ മോഡുലസ് എടുത്താൽ മതി. സോ അല്ലെങ്കിൽ ഇതിൻ്റെ എ പ്ലസ് ജെ ബി ഫോമിൽ അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ജെ ബി ഫോമിൽ അതിൻ്റെ മോഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ ഇത് എ എക്സ് ആർ സ്ക്വയർ ഓഫ് ഒമേഗ പ്ലസ് എക്സ് ഐ സ്ക്വയർ ഓഫ് ഒമേഗ ഈ രീതിയിൽ മാഗ്നിറ്റ്യൂഡ് വരും. ദെൻ ഫേസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഒമേഗയാണ്. സോ അതാണ് ഫേസ് സ്പെക്ട്രം. സോ ഫേസ് സ്പെക്ട്രം ഡിറ്റർമിൻ ചെയ്യുന്നത് ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഒമേഗ. സോ എ പ്ലസ് ജെ ബി ഫോമിൽ ആംഗിൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആണ്. സോ ഇവിടെ നമുക്ക് ഇമാജിനറി കമ്പോണൻറ്റ് എക്സ് ഐ ഓഫ് ഒമേഗയും റിയൽ കമ്പോണൻറ്റ് എക്സ് ആർ ഓഫ് ഒമേഗയാണ്. സോ ടാൻ ഇൻവേഴ്സ് എക്സ് ഐ ഓഫ് ഒമേഗ ബൈ എക്സ് ആർ ഓഫ് ഒമേഗ. സോ ഈ ഒരു ഫോം എ പ്ലസ് ജെ ബി ഫോം അതാണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഫേസും ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ രീതിയിലാണ്. സോ ഇനി നമുക്കത് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലോട്ട് ചെയ്ത് കാണിക്കണം. സോ ദ പ്ലോട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ഒമേഗ ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് മോഡുലസ് എടുത്താണ്. സോ ആ മോഡുലസ് കിട്ടുന്ന വാല്യൂ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ നമ്മളതിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് അല്ലെങ്കിൽ ആ സ്പെക്ട്രം നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. സിമിലർലി നമ്മൾ ആംഗിൾ ഡിറ്റർമിൻ ചെയ്തു, ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഒമേഗ വേഴ്സസ് ഒമേഗ ആ ഒരു പ്ലോട്ടിനെയാണ് നമ്മൾ ഫേസ് സ്പെക്ട്രം അല്ലെങ്കിൽ ഫേസ് റെസ്പോൺസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതിനെ ടുഗദറായിട്ട് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് സ്പെക്ട്രം അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് സ്പെക്ട്രം ടുഗദർ നോൺ ആസ് ഫ്രീക്വൻസി സ്പെക്ട്രം. സോ ഫൈൻഡ് ദ ഫ്രീക്വൻസി സ്പെക്ട്രം അല്ലെങ്കിൽ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് സ്പെക്ട്രം എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് ഇത് പ്ലോട്ട് ചെയ്ത് കാണിക്കണം. അതാണ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് സ്പെക്ട്രം. ദെൻ നമ്മളൊരു എൽ ടി സിസ്റ്റമാണ് തരുന്നതെങ്കിൽ നമുക്കറിയാം എന്താണ് എൽ ടി, ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റമാണ് തരുന്നതെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്, y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് ടി. ഇതിനകത്തുനിന്ന് നമുക്ക് y ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ y ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ഒമേഗ. ഇതിൽ നമുക്ക് എച്ച് ഓഫ് ഒമേഗ ഡിറ്റർമിൻ ചെയ്യാം. ഇതിനെ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, സോ ദിസ് ഈസ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഇതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് കിട്ടും. അതിൻ്റെ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് റെസ്പോൺസും കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോഡുലസ് എടുക്കാം, ആംഗിളും എടുക്കാം. സോ ഈ രീതിയിലാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡും ഫേസ് റെസ്പോൺസും എൽ ടി സിസ്റ്റത്തിൻ്റെ കേസിൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. ജനറലി എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുന്നതെന്നുള്ളതും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ തിയറിറ്റിക്കൽ പോർഷൻ എന്ന് പറയുന്നത്. നമുക്കിനി അതിനെ ഇത് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമിൻ അല്ലെങ്കിൽ സ്കെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും, സ്കെച്ച് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവണം അത് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. സോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് സ്പെക്ട്രം. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം ജനറലായിട്ടുള്ള ഒരു ബേസിക് കുറച്ച് സിഗ്നൽസിൻ്റെ സ്പെക്ട്രമാണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്ത് കാണിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് ഓഫ് ടി ഈക്വൽ ടു ഡെൽ ഓഫ് ടി. സോ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോറിയർ ട്രാൻസ്ഫോം ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു. ഫോറിയർ ട്രാൻസ്ഫോം
കണ്ടുപിടിക്കാൻ. അത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഇവിടെ നമ്മൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഇൻ്റഗ്രൽ ഡെൽ ഓഫ് ടി ഡി ടി 1 ആവുന്നത് ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. സോ ഇവിടെ ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 1 ആണ്. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം, ഡെൽ ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമും ഫോറിയർ ട്രാൻസ്ഫോമും എല്ലാം 1 ആണ്. സോ ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, ഈ ഒരു സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്യാൻ. സോ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാൻ, മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം, സോ നേരത്തെ പറഞ്ഞിരുന്നു ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനാണ്. അപ്പോൾ റിയലും ഇമാജിനറി പാർട്ടും കാണും. ഇവിടെ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ, എ പ്ലസ് ജെ ബി. ഇവിടെ ബി കമ്പോണൻറ്റ് 0 ആണ്, എ മാത്രമേ ഉള്ളൂ. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √1² പ്ലസ് 0². ഇവിടെ 0 ഇല്ല, അപ്പോൾ അത് നമുക്ക് 1ൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം 1 തന്നെയാണ്. സോ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് 1 തന്നെയാണ്. മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം മീൻസ് മോഡുലസ് ഓഫ് എക്സ് ഓഫ് ഒമേഗ. സോ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി. ദെൻ ഫേസ് സ്പെക്ട്രം പ്ലോട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഒമേഗയാണ്. സോ എ പ്ലസ് ജെ ബി ഫോമിലാണെങ്കിൽ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്നത് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആണ് ആംഗിൾ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ ബി കമ്പോണൻറ്റ് 0 ആവുമ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ 1 പ്ലസ് ജെ 0 ആണ്. 0 ആണ് ബി കമ്പോണൻറ്റ്, 0/1. സോ ടാൻ ഇൻവേഴ്സ് 0. സോ ആംഗിൾ 0 ആണ്. മാഗ്നിറ്റ്യൂഡ് 1ഉം ആംഗിൾ 0 ആണ്. സോ ഇതിനി പ്ലോട്ട് ചെയ്ത് കാണിക്കുക. സോ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു മോഡുലസ് ഓഫ് എക്സ് ഓഫ് ഒമേഗ വിത്ത് റെസ്പെക്റ്റ് ടു ഒമേഗ. സോ ഇതാണ് നമ്മുടെ സ്പെക്ട്രം. സോ ഒമേഗയുടെ എല്ലാ വാല്യൂസിലും മാഗ്നിറ്റ്യൂഡ് ഇവിടെ 1 ആണ്. സോ നമുക്ക് എപ്പോഴും അതിൻ്റെ വാല്യൂ 1 ആയിട്ട് നിൽക്കുന്ന ഒരു സിഗ്നലാണ്. സോ ദിസ് ഈസ് ദ സ്പെക്ട്രം, 1 ആയിരിക്കും മാഗ്നിറ്റ്യൂഡ്. സോ ദിസ് ഈസ് നോൺ ആസ് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം. ദെൻ ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഒമേഗ അത് 0 ആണ്, പ്രത്യേകിച്ച് പ്ലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു 0. സോ ഒമേഗയ്ക്ക് എപ്പോഴും അതെന്തായിരിക്കും 0 വാല്യൂ ആയിരിക്കും. സോ ദിസ് ഈസ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്, മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം, and this is the phase spectrum. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. So second question, x of t is equal to e raised to minus at u of t. ഇത് നമ്മൾ ആദ്യമേ ഫോറിയർ ട്രാൻസ്ഫോം പഠിച്ചപ്പോൾ തന്നെ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സിഗ്നലാണ്. ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഞാനിവിടെ ഡിറ്റർമിൻ ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മൾ ഡിറ്റർമിൻ ചെയ്തതാണ്. സോ ഞാനതങ്ങ് എഴുതുവാണ്. എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 1/a പ്ലസ് ജെ ഒമേഗയാണ്. സോ ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ഒമേഗ. സോ ഈ 1/a പ്ലസ് ജെ ഒമേഗ, അപ്പം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഫംഗ്ഷൻ വരുവാണെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം എടുക്കുക. 1ൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 തന്നെയാണ്. ഡിനോമിനേറ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് a പ്ലസ് ജെ ബി ഫോമിലാണ്. സോ √a² പ്ലസ് b², അതായത് ഇവിടെ ബി ഒമേഗയാണ്. സോ a² പ്ലസ് ഒമേഗ² എന്ന് വരും മാഗ്നിറ്റ്യൂഡ്. സോ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം ഇതാണ്. ദെൻ ആംഗിൾ കണ്ടുപിടിക്കുവാണെങ്കിൽ സോ ദിസ് ഈസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദിസ് ഈസ് ദ ഫേസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഒമേഗ അത് ഡിറ്റർമിൻ ചെയ്യണം. ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ സം ഓഫ് ന്യൂമറേറ്റർ ആംഗിൾസ് മൈനസ് സം ഓഫ് ഡിനോമിനേറ്റർ ആംഗിൾസ്, ഇതാണ് ഫേസ് കണ്ടുപിടിക്കാനുള്ള. അപ്പം ഈ എക്സ് ഓഫ് ഒമേഗയുടെ 1ൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. ദെൻ ഡിനോമിനേറ്റർ നോക്കുവാണെങ്കിൽ a പ്ലസ് ജെ ഒമേഗ, ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ എ ആണ്. സോ കാരണം a പ്ലസ് ജെ ബി ടാൻ ഇൻവേഴ്സ് ബി ബൈ എ, ബി ഒമേഗ ബൈ എ. സോ ന്യൂമറേറ്റർ ആംഗിൾ 0യും ഡിനോമിനേറ്റർ ആംഗിൾ ടാൻ ഇൻവേഴ്സ്. സോ സം ഓഫ് ന്യൂമറേറ്റർ ആംഗിൾസ്, ഒന്നിൽ കൂടുതൽ ടേംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സം എടുക്കുക, മൈനസ് സം ഓഫ് ഡിനോമിനേറ്റർ ആംഗിൾസ്. സോ ഇവിടെ ന്യൂമറേറ്ററിൽ 0 ആണ്,
So 0 minus denominator angles tan inverse omega by a. So നമുക്ക് ആംഗിൾ കിട്ടുന്നത് മൈനസ് tan inverse omega by a ആണ്. സോ ഇതാണ് നമ്മുടെ ഫേസ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാനുള്ള വാല്യൂ. സോ ഇനി ഇത് പ്ലോട്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ നമുക്കൊരു എ വരുന്നുണ്ട്. എ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1. ക്വസ്റ്റിന് തരുവാണെങ്കിൽ ആ വാല്യൂ അസ്യൂം ചെയ്യുക. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1. ദെൻ നമ്മളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് ഒമേഗയ്ക്ക് വാല്യൂസ് കൊടുക്കുക. സോ ഒമേഗയ്ക്ക് ഞാൻ കുറേ വാല്യൂസ് കൊടുക്കുകയാണ്. ഒമേഗ ഈക്വൽ ടു 0, 1, 2, 3. സിമിലർലി -1, -2, -3 എക്സെട്ര കുറേ വാല്യൂസ് നമ്മൾ ഒമേഗയ്ക്ക് കൊടുക്കുക. സിമെട്രിക്കലായിട്ട് കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് ഓഫ് ഒമേഗ ഡിറ്റർമിൻ ചെയ്യണം. ദെൻ ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഒമേഗ ഡിറ്റർമിൻ ചെയ്യണം. സോ ഒമേഗയ്ക്ക് ഓരോ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എപ്പോഴും 1 ആയിട്ട് തന്നെ ചൂസ് ചെയ്യുക. ദെൻ ഈ ഒരു ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യുക. ഓരോ വാല്യൂസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ട് ഈ ഒരു സ്പെക്ട്രം നമുക്ക് ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാം. സോ ഞാൻ ആ സ്പെക്ട്രം അങ്ങ് പ്ലോട്ട് ചെയ്യുവാണ്. ഈ വാല്യൂസ് നിങ്ങൾ ഓരോന്ന് ഡിറ്റർമിൻ ചെയ്യണം. ഈ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാം. സോ ആ സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂസ് ദാറ്റ് ഈസ് ഒമേഗ 0, 1, 2, 3, -1, -2 ആ വാല്യൂ കൊടുത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത് ഇങ്ങനൊരു സ്പെക്ട്രം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് മോഡുലസ് ഓഫ് എക്സ് ഓഫ് ഒമേഗ. പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ മതി. ദെൻ ആംഗിൾ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ആംഗിൾ വാല്യൂസ് ഒമേഗയ്ക്ക് വാല്യൂസ് കൊടുത്ത് ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിളിൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇങ്ങനൊരു സ്പെക്ട്രം ആയിരിക്കും നമുക്ക് ആംഗിളിന് കിട്ടുന്നത്. സോ ദിസ് ഈസ് ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഒമേഗ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. സോ ദിസ് ഈസ് ഫേസ് സ്പെക്ട്രം and this is the magnitude spectrum. സോ ഈ രീതിയിൽ വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടതാണ്. സോ ഇങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് മറ്റൊരു എക്സാമ്പിളൂടെ നോക്കാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു നമ്മൾ സൈനും കോസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ ഫങ്ഷൻസിൻ്റെയും കോസ് ഫങ്ഷൻസിൻ്റെയും വാല്യൂസ് നമുക്ക് അതിൻ്റെ സ്പെക്ട്രം ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് ഒമേഗ നോട്ട് ടി. സോ ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിരുന്നു ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം. സോ ഞാനിവിടെ ഡയറക്റ്റ്ലി എഴുതുവാണ്. എക്സ് ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു അത് നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യണം. നേരത്തെ നമ്മൾ ചെയ്തതായതുകൊണ്ട് ഇവിടെ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ എടുക്കുമ്പോൾ പൈ ഇൻറ്റു del of omega minus omega naught plus del of omega plus omega naught ഇങ്ങനൊരു വാല്യൂ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്തിരുന്നു. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ഒമേഗ. സോ ഈ ഒരു മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും, ഈ വാല്യൂ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം ഇവിടെ ജെ കമ്പോണൻ്റ് ഇല്ല. സോ ഈ ഒരു സെയിം വാല്യൂ തന്നെ ആയിരിക്കും മാഗ്നിറ്റ്യൂഡായിട്ട് കിട്ടുന്നത്. സോ നമ്മളത് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിഗ്നൽ ഒമേഗ നോട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നൊരു സിഗ്നലാണ്. സോ ദിസ് ഈസ് അറ്റ് ഒമേഗ നോട്ട്. ആ ഒമേഗ നോട്ടിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പൈ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട് പ്ലസ് പൈ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ നോട്ട്. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പൈ ആയിരിക്കും. ദെൻ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മൈനസ് ഒമേഗ നോട്ടിൽ പൈ ആയിരിക്കും. കാരണം രണ്ടിടത്ത് പ്ലസ് ആയതുകൊണ്ട് പോസിറ്റീവ് ആക്സിസിൽ തന്നെ ആയിരിക്കും അത് മൈനസ് ഒമേഗ നോട്ട്. സോ ഇങ്ങനൊരു സ്പെക്ട്രം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ ഇവിടെ ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഒമേഗ
ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഒമേഗ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ജെ കമ്പോണൻറ്റ് 0 ആണ്. സോ ഇവിടെ എ പ്ലസ് ജെ ബി ഫോമിൽ വരുമ്പം ഇവിടെ എന്താണ് ജെ കമ്പോണൻ്റ് ഇല്ല. സോ ജെ കമ്പോണൻ്റ് ഇല്ലെങ്കിൽ നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് 0 സോ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 0 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് ടാൻ ഇൻവേഴ്സ് 0 ആണ്. സോ ഇവിടെ ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഒമേഗ എന്തായിരിക്കും 0 ആയിരിക്കും. കാരണം ജെ കമ്പോണൻറ്റ് 0 ആയതുകൊണ്ട് കോംപ്ലക്സ് ഫംഗ്ഷനാണ്. സോ അതിൻ്റെ വാല്യൂ 0 ആയിട്ട് നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് 0 വിത്ത് റെസ്പെക്ട് ടു ഒമേഗ, എക്സ് ഓഫ് ഒമേഗ 0 ആയിരിക്കും. സോ ദിസ് ഈസ് നോൺ ആസ് ഫേസ് സ്പെക്ട്രം and this is the magnitude spectrum. Similarly നമുക്ക് സൈൻ സിഗ്നലിൻ്റെയും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ സൈൻ സിഗ്നൽ ആണെങ്കിൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ നോട്ട് ടി. സോ ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എക്സ് ഓഫ് ഒമേഗയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് പൈ ബൈ ജെ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ നോട്ട്, അല്ലെങ്കിൽ നമ്മളത് ഒരെണ്ണം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി ഞാനതൊന്നുകൂടെ ഒന്ന് ഡിറൈവ് ചെയ്ത് കാണിക്കാം. സോ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു ജെ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ബൈ 2j ആണ്. സോ ഈ രീതിയിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇതിനെ ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ടി ബൈ 2j എന്നെഴുതാം. ദെൻ ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ദാറ്റ് ഈസ് 1/2j ഇൻറ്റു ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്നു 2π ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട് മൈനസ് ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം 2π ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ നോട്ട് എന്നും നമ്മൾ പഠിച്ചിരുന്നു. ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 രണ്ടിടത്തുനിന്നും ക്യാൻസൽ ചെയ്ത് ഇതിനെ നമുക്ക് പൈ ബൈ ജെ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട് മൈനസ് ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ നോട്ട് എന്ന് നമുക്കിതിനെ എഴുതാം. സോ ഈ ഒരു ജെ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ അത് മൈനസ് ജെ ആവും. സോ നമുക്കിതിനെ മൈനസ് പൈ ജെ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട് മൈനസ് ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ നോട്ട് എന്ന് എഴുതാം. ദെൻ ഈ ഒരു മൈനസിനെ അകത്തേക്ക് കൺസിഡർ ചെയ്യുവാണെങ്കിൽ പൈ ജെ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ നോട്ട് മൈനസ് ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട് എന്ന് എഴുതാം. കാരണം ഞാൻ ഈ ഒരു ജെ നമ്മുടെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ പാർട്ടായതുകൊണ്ട് നമുക്കിതിനെ എ പ്ലസ് ജെ ബി ഫോമിൽ എഴുതാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ജെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, ഇമാജിനറി കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, റിയൽ കമ്പോണൻ്റ് ഇല്ല. സോ ഇവിടെ മോഡുലസ് ഓഫ് എക്സ് ഓഫ് ഒമേഗ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത് ഇവിടെ നോക്കുക. ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ജെ ഇല്ലാത്ത ഒരു വാല്യൂ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ പ്ലസ് ജെ ബിയുടെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ ബി കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. സോ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ വാല്യൂ തന്നെ വരും, ജെ ഇല്ലാതെ ഉള്ള ആ ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. സോ നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ മൈനസൊക്കെ നമുക്ക് പ്ലസ് ആയിട്ട് തന്നെ കിട്ടും. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എഴുതുമ്പോൾ അത് ഞാനൊന്ന് എഴുതാം. ഇതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് ഒരു പ്ലസ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്, പൈ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ നോട്ട് പ്ലസ് പൈ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ
മൈനസ് ഒമേഗ നോട്ട് ഇതായിരിക്കും മാഗ്നിറ്റ്യൂഡായിട്ട് കിട്ടുന്നത്. സോ നമുക്ക് മൈനസ് ഒമേഗ നോട്ടിലും പ്ലസ് ഒമേഗ നോട്ടിലും നമുക്ക് ഒരു പൈ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഇമ്പൾസ് സിഗ്നലായിട്ട് അത് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കും. ഇതായിരിക്കും നമ്മുടെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം. ദെൻ ഫേസ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഫേസ് സ്പെക്ട്രം മീൻസ് ഈ ഒരു സിഗ്നൽ നോക്കുവാണെങ്കിൽ ഇവിടെ എക്സ് ഓഫ് ഒമേഗയ്ക്ക് റിയൽ കമ്പോണൻ്റ് ഇല്ല, ഇമാജിനറി കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. സോ എ പ്ലസ് ജെ ബി ഫോമിലാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ 0 ആണ്, ബി കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ടാൻ ഇൻവേഴ്സ് ബി ബൈ 0. സോ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി വരും. പക്ഷേ നമുക്കിവിടെ പൈയും മൈനസ് പൈയും രണ്ട് വാല്യൂസ് വരുന്നത് കാരണം നമുക്ക് മൈനസ് ഒമേഗ നോട്ടിൽ നമുക്ക് വരുന്നത് പ്ലസ് ഇൻഫിനിറ്റിയും, ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എഴുതുവാണെങ്കിൽ ടാൻ ഇൻവേഴ്സ്, ഇവിടെ നമ്മൾ മൈനസ് ഒമേഗ നോട്ടിലെ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പൈ ബൈ 0 എന്നാണ് വരുന്നത് ഒരു വാല്യൂ. അടുത്ത വാല്യൂ ഇത് മൈനസ് ഒമേഗ നോട്ടിലാണ്. സോ പൈ ബൈ 0 മീൻസ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ പൈ ബൈ 2 ആണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ എനിക്ക് പൈ ബൈ 2 മാഗ്നിറ്റ്യൂഡുള്ള ഒരു വാല്യൂ ഉള്ള ഒരു ഇതാണ് കിട്ടുന്നത്. ദെൻ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ നോട്ടിൽ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ മൈനസ് പൈ ആണ് നമ്മുടെ വാല്യൂ. സോ ആ ഒരു കേസിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് മൈനസ് പൈ ബൈ 0, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ മൈനസ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ അത് മൈനസ് പൈ ബൈ 2 ആയിരിക്കും നമ്മുടെ വാല്യൂ. ഇത് ഒമേഗ നോട്ടിൽ. സോ ഇങ്ങനെ രണ്ട് വാല്യൂസ് നമുക്ക് ആംഗിളിന് കിട്ടും. ആംഗിൾ ഓഫ് എക്സ് ഓഫ് ഒമേഗ, ഇത് പ്ലസ് പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്കിവിടെ ഒരു മൈനസ് വരുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്കിവിടെ മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും ആംഗിൾ, അതുകൊണ്ടാണ് മൈനസ് പൈ ബൈ 2 എടുത്തത്. സോ ദിസ് ഈസ് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം ആൻഡ് ദിസ് ഈസ് ദ ഫേസ് സ്പെക്ട്രം. സോ ദിസ് ഈസ് മാഗ്നിറ്റ്യൂഡ് spectrum and this is the phase spectrum. ഇതുപോലെ ഏത് സിഗ്നലിൻ്റെ വേണമെങ്കിലും നമുക്ക് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാവുന്നതാണ്. ഇനി LTI സിസ്റ്റമാണ് തരുന്നതെങ്കിൽ അതിൻ്റെയും നമുക്ക് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്, ഫേസ് റെസ്പോൺസ് ഒക്കെ നമുക്ക് പ്ലോട്ട് ചെയ്യാവുന്നതുള്ളൂ. എച്ച് ഓഫ് ഒമേഗ ഡിറ്റർമിൻ ചെയ്തിട്ട് എച്ച് ഓഫ് ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡും ഫേസും ഡിറ്റർമിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് LTI സിസ്റ്റത്തിൻ്റെ അനാലിസിസും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.